അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മാഗ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്ന മുദ്രാവാക്യത്തിന്റെ ബാക്കിപത്രം എന്നോണം അങ്ങോട്ടുള്ള വിദ്യാഭ്യാസ തൊഴിൽ കുടിയേറ്റക്കാരെ നിയന്ത്രിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതായത് ലോകത്തെ ഒന്നാംകിട ബുദ്ധി രാക്ഷസന്മാർ മാത്രം അമേരിക്കയിലേക്ക് വിദ്യാഭ്യാസത്തിനോ തൊഴിലിനോ ആയി കുടിയേറിയാൽ മതി എന്നതാണ് അദ്ദേഹത്തിന്റെ താല്പര്യം. അപ്പൊ അങ്ങനെ H-1B വിസ വഴിയായിട്ട് തൊഴിൽ തേടി അമേരിക്കയിലേക്ക് എത്തിയിരുന്ന യുവജനങ്ങളുടെ ആരുടെയാണെങ്കിൽ യുവതി യുവാക്കളോ ആരുമാകട്ടെ അവരുടെ ഫീസ് 1990 H-1B വിസയുടെ ഫീസ് 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയായിരുന്നു. അതാണ് ഒറ്റയടിക്ക് $1 ലക്ഷം ആക്കി ഇന്ന് ഉയർത്തിയിരിക്കുന്നത്. അതായത് $1 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കറൻസിയും അമേരിക്കൻ കറൻസിയും തമ്മിലുള്ള എക്സ്ചേഞ്ച് അനുസരിച്ച് 88 ലക്ഷം രൂപ. 2.5 മുതൽ 5 ലക്ഷം രൂപ വരെ ഫീസ് ഇരുന്നതാണ് 88 ലക്ഷം രൂപ വരെയാക്കി ഉയർത്തിയിരിക്കുന്നത്. അപ്പം അതില് ട്രംപിന്റെ അവകാശവാദം വളരെ മിടുക്കർ മാത്രം, അതായത് അതായത് അവരുടെ വിപണിയെ തൊഴിൽ വിപണിയെ സംരക്ഷിക്കുക എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് അമേരിക്കൻ സർവകലാശാലകളിൽ നിന്ന് മിടുക്കോടെ മികവ് പുലർത്തി ഇറങ്ങി വരുന്ന യുവതി യുവാക്കളെ പോയിന്റ് ചെയ്യുക. അവര് അമേരിക്കൻസ് ആയാലും വിദേശികളായാലും. അപ്പൊ വിദേശികൾ ആരാണ് അവിടെ പഠിക്കുന്നത്? അതായത് GRE ഒക്കെ എഴുതി വലിയ സ്കോർ എടുത്തവർക്ക് മാത്രമാണ് ഹയർ എഡ്യൂക്കേഷന് അമേരിക്കയിൽ സ്കോപ്പ് ഉള്ളത്. അപ്പൊ അങ്ങനെ ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ നിന്ന് IIT-യിൽ നിന്നുള്ള ഡിഗ്രി ഒഴിച്ച് മറ്റേത് NIT-യിൽ നിന്നോ NIIT-യിൽ നിന്നോ ഒന്നുമുള്ള ഡിഗ്രി, എഞ്ചിനീയറിംഗ് ഡിഗ്രി ഒന്നും അവിടെ അമേരിക്ക അംഗീകരിക്കില്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്കെല്ലാം GRE എഴുതി അവർ അതേസമയത്ത് IIT-ന്ന് എഴുതിയിട്ടുള്ള ഡിഗ്രി ആണെങ്കിൽ അതിന് അവിടെ അംഗീകാരമുണ്ട്. പക്ഷേ NIT പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് എടുക്കുന്ന ഡിഗ്രി നല്ല വണ്ണം പാസ്സായിട്ടുള്ളവരാണെങ്കിൽ പോലും GRE എഴുതിയാൽ മാത്രമേ അമേരിക്കയിൽ ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റൂ. അപ്പൊ അങ്ങനെ ക്വാളിറ്റി നിയന്ത്രിച്ചു മാത്രം അമേരിക്കയിലേക്ക് വിദ്യാഭ്യാസത്തിന് എടുക്കുന്നു. അതുപോലെ H-1B വിസ ആരാണ് കൊടുക്കുന്നത്? സാധാരണ സ്പോൺസർ ചെയ്യുന്നത് കമ്പനികളാണ്. അപ്പൊ കമ്പനികളാണ് ഈ 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ഫീസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ആ കമ്പനികൾ തന്നെയാണ് ഈ പറഞ്ഞതുപോലെയുള്ള ഫീസ് കൊടുക്കേണ്ടി വരിക. ആമസോൺ, മൈക്രോസോഫ്റ്റ്, മെറ്റ പ്ലാറ്റ്ഫോംസ് തുടങ്ങിയ കമ്പനികളാണ് കൂടുതലായിട്ടും H-1B വിസ വഴിയായിട്ട് അങ്ങോട്ട് എംപ്ലോയീസിനെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത്തരം കമ്പനികൾ അവരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അവരോട് അഭിപ്രായം ചോദിച്ചത് അതിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകരും മറ്റുള്ളവരും അഭിപ്രായം ചോദിച്ചപ്പോൾ അവര് അതേപ്പറ്റി മൗനം ദീക്ഷിക്കുകയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും ഈ 2.5 ലക്ഷത്തിൽ നിന്ന് 88 ലക്ഷത്തിലേക്കുള്ള ഫീസ് വർദ്ധിപ്പിച്ചത് അവര് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടിക്കും. അപ്പോ അവരോട് ട്രംപിന്റെ ആഹ്വാനം ഇതാണ്: നിങ്ങൾ US സർവകലാശാലകളിൽ നിന്ന് വൈദഗ്ധ്യത്തോടെ പുറത്തിറങ്ങുന്ന, അതും പ്രാഗൽഭ്യമുള്ള സർവകലാശാല, MIT പോലെയുള്ള എല്ലാ സർവകലാശാലകളും തന്നെ നമ്മുടെ ഇന്ത്യൻ സർവകലാശാലയെക്കാളൊക്കെ പ്രാഗൽഭ്യം തെളിയിക്കുന്നവയാണ്. അവയിൽ നിന്നൊക്കെ പാസ്സായി വരുന്നവർക്ക് ജോലി കൊടുക്കുക, അതാണ് കമ്പനികളോട്. അപ്പോൾ നിങ്ങൾ ഈ $1 ലക്ഷം ഫീസ് കൊടുത്ത് H-1B വിസ കൊടുത്ത് പുറത്തുനിന്ന് ഇന്ത്യയിൽ നിന്നോ മറ്റേതൊരു രാജ്യത്തു നിന്നും ആൾക്കാരെ കൊണ്ടുവരുന്നതിനേക്കാൾ ഉത്തമം ഇവിടുത്തെ കേൾവി കേട്ട സർവകലാശാലകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന പ്രഗത്ഭരായ വിദ്യാർത്ഥികൾക്ക് ജോലി കൊടുക്കുക. അതാണ് ട്രംപിന്റെ താല്പര്യം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട താല്പര്യം US ട്രഷറി നിറയ്ക്കുക. അതായത് $1 ലക്ഷം. ഇപ്പൊ 71% പേരും ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് പേരാണ് ഓരോ വർഷവും ഇന്ത്യയിൽ നിന്ന് H-1B വിസയിൽ അമേരിക്കയിൽ എത്തുന്നത്. ഓരോരുത്തരിൽ നിന്ന് $1 ലക്ഷം വീതം ഫീസ് വാങ്ങുന്നു എന്ന് പറയുമ്പോൾ H-1B വിസയ്ക്ക് വേണ്ടി മാത്രം വാങ്ങുന്നു. വേറെ മറ്റു പ്രാരംഭ ചെലവുകൾ ഉണ്ട്. അതിന്റെ കൂടെ $1 ലക്ഷം ഫീസ് വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് വലിയ ഒരു വരുമാന മാർഗമാണ്. അപ്പൊ പ്രഗത്ഭരെ മാത്രം തിരഞ്ഞെടുക്കുക, അതുപോലെ തന്നെ അതൊരു വരുമാന മാർഗമായി കൂടി ട്രംപ് കാണുന്നു.
ഒരു പക്ഷേ ഇതൊരു മണ്ണിന്റെ മക്കൾ വാദം എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. അതിപ്പോ ഗൾഫ് കൺട്രീസിലൊക്കെ മണ്ണിന്റെ മക്കൾ വാദം വളരെ ശക്തമാണ്. 23% തൊഴില് അവിടെ പിന്നെ അവിടുത്തുകാർക്ക് വേണ്ടി, ഗൾഫ് മേഖലയിൽ അവിടുത്തുകാർക്ക് വേണ്ടി തന്നെ റിസർവ് ചെയ്തിട്ടുണ്ട്, ബാക്കി മാത്രമേ പുറത്തു നിന്നുള്ളവർക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞതുപോലെ ട്രംപ് മറ്റൊരു തരത്തിൽ ഈ മണ്ണിന്റെ മക്കൾ വാദം കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ചോദിക്കാൻ ഉള്ള വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, എങ്ങനെ നമ്മുടെ യൂത്ത് പോകാതിരിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ട് പോകാതിരിക്കണം എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഉപരി ചോദിക്കേണ്ട മറ്റൊരു ചോദ്യമുണ്ട്. 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ട്രീറ്റി മരാക്കേഷ്, അതായത് മൊറോക്കോയിലെ മരാക്കേഷിൽ വെച്ച് ആ ട്രീറ്റിയിലെ ലോകരാഷ്ട്രങ്ങൾ സൈൻ ചെയ്യുന്നു. ആ ട്രീറ്റിയിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഒരു നിയമമാണ് ഫ്രീ ഇന്റർനാഷണൽ മൊബിലൈസേഷൻ ഓഫ് ലേബർ, ഫ്രീ മൂവ്മെന്റ് ഓഫ് ലേബർ അക്രോസ് ദ വേൾഡ്. അപ്പൊ ഏതൊരു രാജ്യത്തു നിന്നും തൊഴിൽ തേടി തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കുകയും അതുപോലെ മൂവ് ചെയ്യുകയും മറ്റു രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യാനുള്ള, അതായത് ഫ്രീ മൂവ്മെന്റ് ഓഫ് ലേബർ ഫ്രം കൺട്രി ടു കൺട്രി, അത് ഈ WTO 1995 അംഗീകരിച്ച വളരെ പ്രധാനപ്പെട്ട, അതുവരെ വളരെ കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറ്റം നടത്തുക എന്നൊക്കെ പറഞ്ഞാല്, തൊഴിലിന് വേണ്ടി കുടിയേറ്റം നടത്തുന്നതിന് പ്രത്യേകിച്ചും. അപ്പൊ ആ നിയമങ്ങളെയാണ് വളരെ നിർബന്ധമായും WTO ട്രീറ്റിയുടെ അകത്ത് കൊണ്ടുവന്നത്. അതിനനുസരിച്ച് ഒരുപാട് ഫ്രീ, അതായത് ഈ മൂവ്മെന്റ്, ലേബറേഴ്സിന്റെ മൂവ്മെന്റ് ഫ്രീ എന്ന് വെച്ചാൽ ചില ഓരോ രാജ്യത്തിന്റെ രീതി അനുസരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ WTO തന്നെ നിർദ്ദേശിക്കുന്നത് പോലെ പിന്നെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിലും ഇതുപോലെയുള്ള നിയന്ത്രണങ്ങൾ, ഏകാധിപത്യപരമായ രീതിയിൽ കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങൾ ആ WTOയുടെ ട്രീറ്റി, മരാക്കേഷ് ട്രീറ്റിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ഇത് പക്ഷേ ഇപ്പോൾ WTO പിന്നെ ഓർഗനൈസേഷൻ തന്നെ അപ്രസക്തമായി പോവുകയാണ് ട്രംപിന്റെ ഇത്തരം ഏകാധിപത്യപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലൊക്കെ. ഇപ്പൊ ഇന്നലെ തന്നെ നമുക്കറിയാം, ഗാസ ഇസ്രായേൽ വാറിന് എല്ലാ രാജ്യങ്ങളും തന്നെ അതിനെ വാർ നിർത്തണം, യുദ്ധം നിർത്തണമെന്ന് അനുകൂലിച്ച് സംസാരിച്ചപ്പോൾ ട്രംപ് മാത്രം വീറ്റോ ചെയ്യുകയാണ് ഉണ്ടായത് ആ നിയമത്തെ എന്ന് പറഞ്ഞതുപോലെയുള്ള രീതിയിലാണ്, ഏകാധിപത്യ രീതിയിലാണ് ട്രംപ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 71% H1B വിസ നേടിയവർ 2022-23 മുതൽ 24-25 വരെ ഉള്ള കാലഘട്ടത്തിൽ 71% H1B വിസക്കാരും ഇന്ത്യക്കാരായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ യൂത്ത് എത്രമാത്രം അങ്ങോട്ട് അമേരിക്കയിലേക്ക് തൊഴിലിന് വേണ്ടി കുടിയേറാൻ ആഗ്രഹിക്കുന്നു എന്നത് വ്യക്തമാണ്. അപ്പൊ ആ സാധ്യതകൾ അടയ്ക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് നോക്കിക്കാണേണ്ടത്? നമുക്ക് ഇവിടുത്തെ തൊഴിലില്ലായ്മ, ആ തൊഴിലില്ലായ്മ ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഇതുവരെ, അതായത് നമുക്ക് അടുത്ത കാലം ഒരു 2010 വരെയൊക്കെ IIT-കളിൽ നിന്നോ NIT-കളിൽ നിന്നോ NIIT-കളിൽ നിന്നോ ഒക്കെ പഠിച്ചിറങ്ങുന്നവർ 101% എന്ന് പറഞ്ഞാൽ 100% അപ്പോൾ തന്നെ എംപ്ലോയിഡ് ആയിട്ട്, അതായത് ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയി പോകുമായിരുന്നു. ഇപ്പൊ അതല്ല അവസ്ഥ. IIT-കളിൽ നിന്ന് 10-15% വരെ ക്യാമ്പസ് പ്ലേസ്മെന്റിൽ കിട്ടാതെ പോകുന്നവർ, അതുപോലെ NIT-കളിൽ നിന്ന് 15-20% വരെ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടാതെ തൊഴിൽ ലഭ്യമാകാതെ പോകുന്നവർ, ഇനി അതുപോലെ NIIT-കളിൽ നിന്ന് 25% വരെ ആൾക്കാര്, പിന്നെ വിദ്യാർത്ഥികള്, ഗ്രാജുവേറ്റ്സ് തൊഴിൽ ലഭ്യമാകാതെ കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന എംപ്ലോയ്മെന്റ് സർവേയിലാണ് ഇതൊക്കെ പറയുന്നത്. അപ്പം തൊഴിലില്ലായ്മ അത്ര വ്യാപകമായി എന്ന് മാത്രം നമ്മൾ കണ്ടാൽ പോരാ. ക്വാളിറ്റി ഓഫ് IIT, NIT, NIIT ഇതൊക്കെ ലോക സ്റ്റാൻഡേർഡിലേക്ക് ഉയരുന്നില്ല എന്നുള്ളതാണ് അവിടെ ഏറ്റവും കൃത്യതയോടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ കൃത്യതയോടെ മനസ്സിലാക്കുക മാത്രമല്ല, അതാണ് ഇന്ത്യക്ക് മേലുള്ള ഏറ്റവും വലിയ ആപത്ചങ്ക. കാരണം എന്താണെന്ന് വെച്ചാൽ 2014 നരേന്ദ്രമോദി ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ബജറ്റിന്റെ ഇൻട്രോ ആയി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം എൻ്റെ മനസ്സിൽ ഇന്നെന്ന പോലെ ഓർമ്മയുണ്ട്. അതായത് 5 Tകളിലൂടെ ഞാൻ ഇന്ത്യയെ വികസിപ്പിക്കും. എന്തായിരുന്നു 5 Tകൾ? ടെക്നോളജി ഒന്നാമത്തെ T, രണ്ടാമത്തെ T ട്രെയിനിങ്, മൂന്നാമത്തെ T ട്രേഡ്, നാലാമത്തെ T
എന്താ പറയാ ടൂറിസം, അഞ്ചാമത്തേത് ട്രഡീഷൻ. അപ്പൊ നമുക്ക് നാലാമത്തെ അഞ്ചാമത്തെയും വേണമെങ്കിൽ മൂന്നാമത്തെയും കളയാം. ആദ്യത്തെ 2 ടീകൾ, ഇന്ത്യയെ വികസിപ്പിക്കാനുള്ള 2 ടീകൾ ഏതൊക്കെയായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്? ടെക്നോളജി, ട്രെയിനിങ്. ഈ 2 ടീകളുടെയും വളർച്ച വളരെ എന്താ പറയുക മോശമായ രീതിയിൽ, അതായത് ലോക നിലവാരത്തിൽ ലോകത്ത് കുതിച്ചുചാട്ടമാണ്, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കുതിച്ചുചാട്ടത്തിന്റെ ഒരു പീരീഡിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അപ്പൊ കുതിച്ചു ചാടാൻ ഒക്കുന്നില്ല എന്ന് മാത്രവുമല്ല, നേരെ അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടന്നു പോകാൻ പോലും ഇന്ത്യക്ക് പറ്റുന്നില്ല എന്നതിന്റെ തെളിവാണ് നമ്മുടെ IIT-കളിൽ നിന്ന് പോലും ക്യാമ്പസ് പ്ലേസ്മെന്റ് പൂർണ്ണമായിട്ട് എടുക്കാതെ പോകുന്നത് എന്ന കാര്യം നാം മറന്നു പോകരുത്. അപ്പൊ ഇത് പറയുമ്പോഴാണ് നമ്മൾ ബജറ്റിലേക്കൊന്ന് നോക്കേണ്ടത്. ഇത്തവണത്തെ ബജറ്റ് തന്നെ ഒന്ന് നോക്കാം നമുക്ക്. ഈ തവണത്തെ 2025-26 നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ്, ആ ബജറ്റിൽ എഡ്യൂക്കേഷന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം എത്രയാണ്? എഡ്യൂക്കേഷന് GDP-യുടെ എത്ര ശതമാനമാണ് മാറ്റിവെച്ചിരിക്കുന്നത്? 0.36%. സംശയമുണ്ടെങ്കിൽ ഇതാ ആ ഡോക്യുമെന്റ് തന്നെ എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. ബജറ്റ് ഡോക്യുമെന്റിന്റെ പൂർണ്ണകായ പ്രതിമ തന്നെ എൻ്റെ കയ്യിലുണ്ട്. 1,28,650 കോടി, 1,28,650 കോടിയാണ് എഡ്യൂക്കേഷന് വേണ്ടി, ഹയർ എഡ്യൂക്കേഷന് മാത്രമല്ല മൊത്തം എഡ്യൂക്കേഷന് വേണ്ടി, ഇന്ത്യയിലെ എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. എത്രയായിരുന്നു? അതായത് 1986 കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് തൊട്ടിങ്ങോട്ട് എല്ലായ്പ്പോഴും പറയുന്ന ഒരു വായ്ത്താരി എല്ലാ കമ്മീഷനുകളും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് GDP-യുടെ 6% മുകളിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നാണ്. അതായത് ഒരു ആഗോള ഹബ്ബായി മാറണമെങ്കിൽ, അല്ലെങ്കിൽ ചൈനയും അമേരിക്കയും ഒക്കെ അമേരിക്കയ്ക്ക് കൊടുക്കുന്നത് പോലെ ഇത് കൊടുത്ത് മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 6%-നോ അതിൽ കൂടുതലോ എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കണം എന്നാണ്. ഇത്തവണ എത്രയാണ് മാറ്റിവെച്ചു എന്ന് ഞാൻ പറഞ്ഞത്? 1,28,650 കോടി. നമ്മുടെ GDP എത്രയാണ്? ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന GDP എത്രയാണ്? 3,57,923 കോടി. ഒരിക്കൽ കൂടി ഞാൻ പറയാം സുഹൃത്തുക്കളെ, 3,57,923 കോടി. അതും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതും കോപ്പി ഞാൻ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഈ 3,57,923 കോടിയുടെ എത്ര ശതമാനം വരും? 12,680 കോടി എന്ന് പറയുന്നത്, 12,650 കോടി എന്ന് പറയുന്നത് 0.36%. അതായത് 0.36% ആണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഏത് രാജ്യത്താണ് അത്രയും മാറ്റിവെച്ചിരിക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്ത്. എന്താണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രത്യേകത? ലോക പോപ്പുലേഷന്റെ ഏറ്റവും വലിയ ശതമാനം ജീവിക്കുന്നത്, ഏറ്റവും വലിയ വേൾഡ് പോപ്പുലേഷൻ എന്ന് വെച്ചാൽ 146,39,00,000 ജനങ്ങളുള്ള ഒരു നാട്ടിലാണ് GDP-യുടെ 0.36% വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. എന്നിട്ട് പുരമുകളിൽ നിന്ന് പ്രസംഗിക്കുകയാണ് എന്ത്? ഞാൻ ടെക്നോളജി കൊണ്ട്, ട്രെയിനിങ് കൊണ്ട് ഇന്ത്യയെ വികസിത് ഭാരതാക്കി 2047 ആവുമ്പോഴത്തേക്കും മാറ്റുമെന്ന്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ ഒത്തുപോകുന്നില്ല. അതാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നം. നോക്കൂ, ചൈന 6% GDP-യുടെ 6%-ൽ കൂടുതലാണ് ചെലവഴിക്കുന്നത്. രണ്ടാമത്തെ വലിയ പോപ്പുലേഷനാണ് ചൈന. അവരുടെ GDP എത്രയാണ്? അവരുടെ GDP $18 ട്രില്യൺ ആണെന്ന് ഓർക്കണം. അതേസമയത്ത് നമ്മുടെ GDP 4.1 എന്നൊക്കെ പറയുന്നുണ്ട്. ആട്ടെ, 4.1 ട്രില്യൺ എന്ന് വെച്ചോളൂ. 4.1 ട്രില്യൺ എവിടെ കിടക്കുന്നു? 18 ട്രില്യൺ എവിടെ കിടക്കുന്നു? ചൈന ആ 18 ട്രില്യന്റെ 6% എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ഇന്ത്യ ഈ 4.1 ട്രില്യന്റെ 0.36% ആണ്
എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കുന്നത് എന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും ചൈനയുടെ ടെക്നോളജിയുടെ വളർച്ച, എവിടെയായിരിക്കും ഇന്ത്യയുടെ ടെക്നോളജിയുടെ വളർച്ച? രണ്ടും തമ്മിൽ എന്തെങ്കിലും സാദൃശ്യമുണ്ടോ? സാദൃശ്യം ഉണ്ടാവില്ല. അത് തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൈന എങ്ങനെയാണ് അമേരിക്കയെ ടെക്നോളജി കൊണ്ട് രണ്ടാമതാക്കുക എന്ന് വിചാരിച്ചാണ് ഓടുന്നത്. അതേ സമയത്ത് ഇന്ത്യ എങ്ങനെയാണ്, ഇന്ത്യയുടെ യൂത്ത് എങ്ങനെയാണ് അമേരിക്കയിൽ ചെന്ന് അവനവന്റെ വൈഭവം, അതായത് ഇവിടുത്തെ മിടുക്കരാണ് ഈ H1B വിസയൊക്കെ കിട്ടി അമേരിക്കയിൽ പോകുന്നത്. അതിലും മിടുക്കരാണ് GRE പരീക്ഷ എഴുതി അതിൽ നല്ല സ്കോർ എടുത്ത് അമേരിക്കയിൽ പഠനത്തിന് പോകുന്നത്, പഠനാനന്തരം അവിടെ തന്നെ ജോലിയിൽ കഴിയുന്നത്. അപ്പൊ ആ രണ്ടാം തരക്കാര് ആണ് H1B വിസയിൽ പോകുന്നത്. രണ്ടാം തരക്കാർ ഒട്ടും മോശക്കാരല്ല. ആ ഒന്നാം തരക്കാരെ പോലെ തന്നെ മിടുക്കരാണ് ഈ രണ്ടാം തരക്കാരും. അപ്പൊ ഇവരെയൊക്കെ ഇവിടെ തന്നെ വളരെ വലിയ രീതിയിൽ ടെക്നോളജിക്കൽ റവല്യൂഷൻ കൊണ്ടുവന്ന് സാങ്കേതിക മികവുള്ളവരാക്കി മാറ്റാൻ എന്തുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ഒരു ചോദ്യം. അപ്പൊ ഈ ഗുരുതരമായ ചോദ്യം കിടക്കുമ്പോഴാണ് ആഗോള വ്യാപാര യുദ്ധത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് പ്രസിഡന്റായിട്ട് പൊങ്ങി വന്ന ട്രംപ് ഓരോരോ പ്രശ്നങ്ങൾ അപ്പോഴേ പറഞ്ഞിരുന്നു, ഞാന് ഈ ആവശ്യമില്ലാതെ അമേരിക്കയിലേക്ക് കുടിയേറുന്നവരെയൊക്കെ തടയുമെന്ന്. അദ്ദേഹം കയ്യാമം വെച്ച് ഇല്ലീഗൽ കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവന്നത്, പ്ലെയിനിൽ കൊണ്ടുവന്ന കഥയും അങ്ങനെ ഇന്ത്യയെ ആക്ഷേപിച്ച കഥയും ഒക്കെ നമുക്കറിയാം. ഇപ്പൊ ഇതുപോലെ തന്നെയാണ് ഈ H1B വിസയ്ക്ക് $1,00,000 ഫീസ് ചുമത്തിക്കൊണ്ട് അദ്ദേഹം വീണ്ടും ഇങ്ങനെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആഘാതം 71% H1B വിസയും ഇന്ത്യക്കാരാണ് നേടുന്നത് എങ്കിൽ ഈ പറയപ്പെട്ട പുതിയ ഫീസ് ചുമത്തിയതിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങുന്നതും ഇന്ത്യക്കാർ തന്നെയായിരിക്കും. അപ്പൊ ഇന്ത്യൻ യൂത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്? ഒന്ന്, ഇന്ത്യയിൽ അവരുടെ വികസനത്തിന് അവരുടെ വളർച്ചയ്ക്കുള്ള വളക്കൂറുള്ള മണ്ണില്ല. അതായത് വിദ്യാഭ്യാസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രസക്തമല്ലാത്ത രീതിയിലാണ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് അവർ രക്ഷപ്പെടണമെങ്കിൽ അതിന് വേറെ കഥകൾ നോക്കി പെനയാൻ പോകണ്ട. നമ്മള് ഇന്ത്യയിൽ നിന്ന് ശാസ്ത്രത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയ മുഴുവൻ ശാസ്ത്രജ്ഞരും അമേരിക്കൻ യൂണിവേഴ്സിറ്റികളില്, അമേരിക്കൻ ഗവേഷണ കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ച് അവരുടെ മികവ് തെളിയിച്ച് അവരുടെ കണ്ടുപിടുത്തങ്ങളുടെ സഹായത്തോടെയാണ് നൊബേൽ പ്രൈസ് വാങ്ങിയിട്ടുള്ളത്. അത് ഈവൻ എക്കണോമിക്സിന് പോലും നമുക്കറിയാം. അഭിജിത് ബാനർജി കൂട്ടരും, അഭിജിത് ബാനർജി ബംഗാളിയാണ്. അദ്ദേഹം അമേരിക്കയിൽ യൂണിവേഴ്സിറ്റികളിൽ ഗവേഷണ പ്രവർത്തകനായിട്ട് നിന്നുകൊണ്ടാണ് മേടിക്കുന്നത്. അമർത്യ സെൻ പോലെ വളരെ കുറച്ചു പേർ മാത്രമേ, വളരെ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് മറ്റ് അമേരിക്കയുടെ സഹായം കൂടാതെ തന്നെ നൊബേൽ ലൊറേറ്റ് ആയിട്ട് ചിത്രീകരിക്കപ്പെടാൻ ഇടവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗവേഷണ താല്പര്യങ്ങള്, നമ്മുടെ ശാസ്ത്ര മികവ് ഇതൊക്കെ തെളിയിക്കപ്പെടണമെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യത്തേക്ക് പോകണം എന്ന് പറയുന്നത് തന്നെ നമ്മെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഷെയിമാണ്. അത് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ 0.36% ഓഫ് GDP അല്ല വിദ്യാഭ്യാസത്തിൽ ചെലവഴിക്കേണ്ടത്, 6% അതിന് മുകളിലോ ചെലവഴിക്കണം. അങ്ങനെ ചെലവഴിച്ച് ശാസ്ത്രത്തിന് കൊടുക്കേണ്ട ഊന്നൽ കൊടുത്താൽ മാത്രമേ ശാസ്ത്രീയമായിട്ട് ടെക്നോളജിക്കലായിട്ട് ഇന്ത്യക്ക് മുന്നേറാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ നമ്മൾ ട്രംപിനെ പഴിച്ചിരുന്നിട്ട് കാര്യമില്ല. ട്രംപിന്റെ രാജ്യത്തിന്റെ കാര്യം നോക്കുന്നു. WTO ഇപ്പൊ വഴിപാടായി തീർന്നു പോയി. ആരും അത് ശ്രദ്ധിക്കുന്നില്ല എന്നവര് എല്ലാ വേൾഡ് ഓർഗനൈസേഷന്റെ, യുണൈറ്റഡ് നേഷൻസ് തൊട്ടുള്ള എല്ലാ വേൾഡ് ഓർഗനൈസേഷന്റെയും അവസ്ഥ അതാണ്. നാഥനില്ല കളരി പോലെ നാഥന്മാരുണ്ട്. പക്ഷെ ആ നാഥന്മാരെ ഒന്നും US പോലെ, അതുപോലെ USSR പോലെ, ചൈന പോലെയുള്ള രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കേമന്മാര് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെയാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തില് ട്രംപിന്റെ H1B വിസ അത് മാരകമായ ഒരു പ്രഹരമാണ് ഇന്ത്യക്കേറ്റത്, ഇന്ത്യൻ യൂത്തിനേറ്റത്. അതിന് പരിഹാരം എന്ത്? അതിന് പരിഹാരം ട്രംപിനെ പഠിപ്പിക്കുകയല്ല, നമ്മുടെ ഇവിടെ തന്നെ വിദ്യാഭ്യാസത്തില് ടെക്നോളജിയുടെ ഒക്കെ വളർച്ചയ്ക്ക് വേണ്ടത്ര മുൻഗണന കൊടുത്ത് നമ്മുടെ യുവാക്കളുടെ സിദ്ധികളെ ഇവിടെ തന്നെ പ്രയോജനപ്പെടുത്താനായിട്ട്, ഇവിടെ തന്നെ അവര് മഹാമേരുക്കളായി വളരാൻ
ഇവിടെ തന്നെ നൊബേൽ പ്രൈസ് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ തക്ക രീതിയിൽ അവരുടെ ഗവേഷണ ചാതുരിയെ വളർത്തി പ്രയോജനപ്പെടുത്താനാണ് നാം ശ്രമിക്കേണ്ടത്.